ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രമ്യശ്രീ എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രമ്യശ്രീ. പേര് ഒരു സാങ്കല്പികമായ പേരാണേ. എനിക്ക് 29 വയസ്സുണ്ട്. ഞാൻ BCom പാസ്സായപ്പോൾ മുതൽ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ടൗണിൽ ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട്, അവിടെ അക്കൗണ്ടൻ്റായി ജോലിക്ക് കയറിയതാണ്. ഇപ്പോഴും അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ വിവാഹിതയായിട്ടും എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ഭർത്താവും എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാര്യം, എൻ്റെ വീട്ടിൽ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷേ എന്തുകൊണ്ടോ ജീവിതത്തിൽ അധികമൊന്നും ഉയരാൻ പറ്റിയില്ല. പക്ഷേ കാണാൻ നല്ല സുന്ദരനാണ്. അതുകൊണ്ടാണ് ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കടയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് പണ്ടോട്ടേ അവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. ആ പുള്ളിക്കാരനോട് വലിയ വാത്സല്യമായിരുന്നു. കുറേ കാലം മുമ്പ്, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ്, 1 വർഷം കഴിഞ്ഞ്, അപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ മൂത്ത മകൻ ഹമീദിക്ക ആ സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹം വന്നു കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും പവറുമായി. പുള്ളി പറഞ്ഞത്, നീ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയാൽ മതി മോളെ. അതുമാത്രമല്ല, ജോലിക്കാരെ നിയമിക്കുക, അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, എല്ലാം നീ ചെയ്തോണമെന്ന് അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി തഴുകി പറഞ്ഞു. ഹമീദിക്കായെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ ബാപ്പയുള്ളപ്പോൾ ഇങ്ങോട്ടൊന്നും അധികം വരാറില്ല. അദ്ദേഹത്തിന് വേറൊരു കടയുണ്ട്, അവിടെയായിരുന്നു. പിന്നെ ഈ സ്വത്തൊക്കെ അദ്ദേഹത്തിന് കിട്ടിയപ്പോഴാണ് ഇവിടുത്തെ സൂപ്പർവിഷനൊക്കെ വന്നത്. അപ്പോൾ എന്നെ തന്നെ എല്ലാം ഏൽപ്പിച്ചു. എന്നോട് പണ്ടേ വാത്സല്യമുണ്ട്. കാണുമ്പോഴൊക്കെ പറയും, മോളെ നീ വല്ലാത്തൊരു സുന്ദരിയാണല്ലോ എന്ന്. അപ്പോൾ ചെറുപ്പകാലത്തൊക്കെ ഞാൻ വിചാരിച്ച എന്താണെന്നറിയാമോ, എൻ്റെ സൗന്ദര്യത്തെ അഭിനന്ദിച്ച് പറയുന്നതാണെന്നാണ്. പക്ഷേ കടയിൽ വന്ന് തഴുകിയെല്ലാം എന്നെ ഏൽപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. ഹമീദൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ, നല്ല കടുത്തത്തൻ്റെ മണമാണ്. മണമില്ലാതെ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ദർശിക്കാനാവില്ല. വെളുത്ത് ചുവന്ന് തൊടുത്തിരിക്കുകയാണ്. നല്ല പൊക്കം, അജാനബാഹുവെന്ന് പറയാം. പക്ഷേ ചുണ്ടുകളൊക്കെ സ്ത്രീകളെ പോലെ ചുവന്നിരിക്കുകയാണ്. ഇത്രയും നിറമുള്ള ഒരാണിനെ എൻ്റെ നാട്ടിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാപ്പയ്ക്കൊന്നും അത്ര നിറമൊന്നുമില്ലായിരുന്നു മാഡം. പുള്ളി വരുമ്പോൾ തന്നെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുകയാണെന്ന് നമുക്ക് തോന്നും. എന്തായാലും എന്നേക്കാൾ ഞാനൊരു സ്ത്രീയാണ്, സുന്ദരിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നേക്കാൾ ഒത്തിരി ഗ്ലാമറാണ് ഹമീദിക്കയ്ക്ക്. 45 വയസ്സുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാലില്ലേ, ഒരു 25 പോലും പറയില്ലെന്ന് എനിക്കങ്ങ് തോന്നും. അത്രയ്ക്ക് സുന്ദരനാണ്. പിന്നെ പുള്ളിക്ക് അധികം ചുറ്റിക്കളികളൊന്നുമില്ല. ഭാര്യ അവരോടൊക്കെ നല്ല സ്നേഹമാണ്. ഫാമിലി മാനാണ്. പക്ഷേ കടയിൽ അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിൽ പിന്നെ എന്നോട് പെരുമാറുന്ന കാണുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് പെരുമാറുന്ന പോലെയാണ്. പണ്ടൊക്കെ മോളെ മോളെ എന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ ഭാര്യയെ വിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ തെറ്റിദ്ധാരണയാണോ, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ അടിമുടി ഞാൻ ആരാധികയായി മാറിപ്പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഭർത്താവിനെയാണെങ്കിൽ എനിക്ക് പ്രിയമാണ്. അദ്ദേഹത്തിന് സൗന്ദര്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു കുഴപ്പവുമില്ല. എന്നെ പൊന്നെ പോലെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാലറിക്കാളൊക്കെ എത്രയോ വലുതാണ് എൻ്റെ സാലറി. നല്ല സാലറി എനിക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ഹമീദിക്കയുടെ അടുത്തടുത്തുള്ള പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ അത്രൻ്റെ മണവും എന്നെ മാറ്റിമറിച്ചു. പിന്നീടെന്തോ അദ്ദേഹം വരുമ്പോൾ അറിയാതെ ഓരോ കാര്യങ്ങളും എടുത്തു കൊടുക്കാനൊക്കെ ഞാൻ ഓടിച്ചെല്ലും. ഹമീദിക്ക വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വെള്ളം കൊണ്ട് പോകും. ഒരു ദിവസം ഹമീദിക്ക പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇത്രയും ശുഷ്കാന്തിയില്ലെന്ന്. അത് കേട്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സ് ഒന്നിളകി. ഞാൻ പോയിക്ക എന്ന് പറഞ്ഞ് ഇക്കയുടെ ചെവിയിൽ ഒരു കിഴുക്ക് കൊടുത്തു. അത്രയും സാന്ദ്രം കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഉടനെ അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. കസേരയിലിരിക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഞാൻ ജസ്റ്റ് വീണപ്പോൾ മുട്ടിയത് വീണക്കുടങ്ങളായിരുന്നു എന്ന് കവി പറഞ്ഞതുപോലെ പെട്ടെന്ന് ഞാൻ ഓർത്തിയോ എന്തായി കാണിക്കുന്നത്. അദ്ദേഹം എന്നോട് പറയുക, എന്തോ കുത്തിക്കയറുന്ന പോലെ തോന്നിയല്ലോ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ നാണമായി. ഞാൻ ഓടി എൻ്റെ ക്യാബിനിലേക്ക് പോയി. പക്ഷേ പിറ്റേ ദിവസം മുതൽ എൻ്റെ ക്യാബിനിൽ അദ്ദേഹം വന്നിരിക്കാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടാത്തപ്പോൾ അദ്ദേഹം വെറുതെ പോപ്പോയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ എന്നോട് പെരുമാറാൻ തുടങ്ങി. ആദ്യം ഞാൻ കൈ തട്ടി മാറ്റി. വേണ്ട ഇക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണം, നിൻ്റെ സൗന്ദര്യത്തിൽ പണ്ട് എനിക്ക് മതിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നീയായിട്ടാണ് എന്നോട് ഇത്രയും താല്പര്യം കാണിക്കുന്നത്. മറ്റു പെണ്ണുങ്ങളിൽ വീണു പോകുന്ന ഒരാളല്ല ഞാൻ. അറിയാതെ നിൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ മയങ്ങിപ്പോയി. നിനക്ക് ഒരു കുട്ടിയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കുട്ടിയൊന്നും ഈ അടുത്ത കാലത്ത് മോളെ വേണ്ടാന്ന്. അതെന്താക്കാന്ന് പറയുമ്പോഴേക്കും ഈ ഫിറ്റിലും ഈ സൗന്ദര്യത്തിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് ഇക്ക ഉൾത്തളങ്ങൾ ഉൾമെഴുകാൻ തുടങ്ങി.
2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇക്ക എന്നോട് പറഞ്ഞു, ഇന്ന് നിനക്ക് 9 മണി വരെ ഡ്യൂട്ടിയുണ്ട്, നമുക്ക് ചില സ്റ്റോക്കുകളൊക്കെ നോക്കണമെന്ന്. പലപ്പോഴൊക്കെ അങ്ങനെ താമസിക്കുന്നതാണ്, നിൻ്റെ ഭർത്താവിനോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിച്ച് പറയാം, അദ്ദേഹം എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേട്ടനോട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതിനെന്താ ഇക്ക കൊണ്ടുവിടുമല്ലോ. ഞാൻ പറഞ്ഞു കൊണ്ടുവിടും, ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഗോഡൗണിൽ സ്റ്റോക്ക് നോക്കാനാണെന്ന് പറഞ്ഞിറങ്ങി. അവിടെ അങ്ങറ്റത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു, മോളെ ഞാൻ നിന്നെ സ്റ്റോക്ക് നോക്കാനെന്നല്ല വിളിപ്പിച്ചത്, ഇന്നെങ്കിലും പൂർണ്ണമായ സാക്ഷരതാ യജ്ഞം നമുക്ക് തുടങ്ങണം. പണ്ട് നമ്മൾ പറ എഴുതി പഠിച്ചു, ഇന്ന് നമുക്ക് മലയാളം എസ് എഴുതണമെന്ന് പറഞ്ഞു. വേണ്ടിക്ക, അത് ശരിയാകില്ല, ഇക്കയ്ക്ക് ഫാമിലിയുണ്ട്, എനിക്ക് ഫാമിലിയുണ്ട്. അപ്പം ഇക്ക പറഞ്ഞു, നീ ഇങ്ങനെ മിമിക്രിയിലെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ ഇക്കയ്ക്കും ഫാമിലിയുണ്ട് എനിക്കും ഫാമിലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളി വന്ന ആവേശക്കടൽ നീ വെറുതെ നശിപ്പിക്കാതെ. സുനാമി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങോളം പൊക്കത്തിൽ ആഞ്ഞടിക്കുമെന്ന് നീ കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാം, എത്ര നിലകൾ വേണമെങ്കിലും സുനാമി ആഞ്ഞടിക്കും. ഇക്ക ഇത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു, എന്തായാലും നീയായിട്ട് തന്നെയാണ് ഒരു ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചത്, അപ്പോൾ തുടങ്ങിയേ പറ്റൂന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കും ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പെണ്ണുങ്ങൾ എന്ത് പറയണം, അയ്യോ വേണ്ട, എനിക്കിഷ്ടമല്ല, നമ്മുടെ കുടുംബം പോകുമേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ സ്ത്രീകളെ ആണുങ്ങൾ മതിക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും വാ ചേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക, തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ വിലയെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ 10 മിനിറ്റ് വരെ പറഞ്ഞു വേണ്ട ഇക്കാന്ന്. 10 മിനിറ്റോളം അങ്ങനെ പറഞ്ഞപ്പം ഇക്ക പറഞ്ഞു, ഇനിയെങ്കിലും നീ യഥാർത്ഥത്തിലുള്ള കാര്യം അങ്ങ് പറയടിയെന്ന്. അപ്പോഴാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതുപോലെ ഞാൻ നല്ല വാചകങ്ങൾ പറയാൻ തുടങ്ങിയത്. അപ്പോൾ അവനോട് നീ ഇങ്ങനെയൊക്കെ പറയാറുണ്ടോയെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പറയില്ലേ, എൻ്റെ ഭർത്താവും മികച്ചവനല്ലേന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു, ആരാണ് മികച്ചവനെന്ന് ഞാൻ ഇപ്പോൾ തന്നെ തെളിയിക്കാമെന്ന്. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചു, ആഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കട്ടെ. ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അത്ര ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുമ്പോൾ പുരുഷന്മാർക്കില്ലേ ആവേശം കൂടും. അങ്ങനെ ഇൻട്രസ്റ്റുകളെല്ലാം കൂടിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, തെങ്ങോളമല്ല, സുനാമി വേണമെങ്കിൽ 10 നില കെട്ടിടത്തിന് മുകളിൽ കൂടി അടിച്ച് താഴേക്ക് അങ്ങ് പോകും. അങ്ങനെ കാര്യങ്ങൾ നല്ല വശമായി. പിന്നെ ഇക്കേക്കാൾ ആവേശം എനിക്കായിരുന്നു. ഇക്ക വന്നില്ലെങ്കിൽ കൂടി കണ്ണും കാലും ഒക്കെ ഞാൻ കാണിക്കും. ഇക്ക ഇന്നില്ലേ, എന്തടി മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് സുനാമി മുന്നറിയിപ്പുണ്ടോ ഇക്കാന്ന്. അപ്പോൾ ഇക്ക പറയും, എടി ഇന്നെങ്കിലും നീ എന്നെ ഒന്ന് വെറുതെ വിട്, കാര്യം എനിക്ക് ഭാര്യയുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും എനിക്ക് ചേതോ വികാരങ്ങളില്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഇക്കയ്ക്ക് 2 അല്ല 2000 വർഷങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ, വാ ഇങ്ങോട്ട് എന്ന് പറയും. അങ്ങനെ പലപ്പോഴും വീട്ടിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സ്റ്റോക്ക് എടുപ്പ് ഒത്തിരി കൂടുതലാണ്, നല്ല ബിസിനസ്സും കച്ചവടവുമുണ്ട്, അതുകൊണ്ട് മിക്കവാറും സ്റ്റോക്ക് എടുക്കേണ്ടി വരും. സ്റ്റോക്ക് എടുക്കുമ്പോൾ വൈകില്ലേ ചേട്ടാ എന്ന് ചോദിക്കും. ഇതൊക്കെ പറഞ്ഞാലും ഭർത്താവിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഭംഗം വരുത്താറില്ല. നമുക്കൊരു ബന്ധം വേറെ ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് കുറേയധികം നല്ല രീതിയിൽ നീതി പുലർത്തണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ അക്ഷരം പ്രതി പാലിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം നന്നായി മുന്നോട്ട് പോയി. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം കൂടുതൽ തെളിവായി വരികയായിരുന്നു. 2 പുരുഷന്മാരുണ്ടെങ്കിൽ ജീവിതം എത്ര രസകരമാണ് എന്നുള്ളത്. ഇക്ക എനിക്ക് പിന്നീട് കൈ അയച്ച് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഓരോ മാസവും എനിക്ക് 1 പവനെങ്കിലും എടുത്തു തരും. ബട്ട് കാശായിട്ടൊന്നും ഞാൻ മേടിക്കില്ല, അത് ശരിയല്ലെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ സ്വർണ്ണമായിട്ട് ഇക്ക എനിക്ക് പലതും വാങ്ങിച്ചു തരും. അങ്ങനെ എൻ്റെ അലമാരയിൽ സ്വർണ്ണാഭരണങ്ങൾ കുമിഞ്ഞു കൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭർത്താവ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ അലമാര തപ്പി. ആ സമയത്തില്ലേ മാഡം, ജിമിക്ക് പോലെ എനിക്ക് 10 ജോഡി കമ്മലുണ്ട്, അത് താഴേക്ക് വീണു. ഭർത്താവ് അത് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഞെട്ടിപ്പോയി. എടി, ഇത്രയും കമ്മൽ നിനക്ക് എവിടുന്നാ? ഇത് ഇമിറ്റേഷൻ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇമിറ്റേഷൻ ആണെന്ന്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിലെല്ലാം 916 ഹോൾമാർക്ക് BAS മുദ്രയില്ലേ മാഡം, അത് കണ്ടു. ഇത്രയും കമ്മൽ നീ എപ്പോൾ വാങ്ങി? എന്നോട് പറഞ്ഞില്ലല്ലോ നിൻ്റെ കയ്യിൽ ഇത്രയും പൈസ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഭാവിയിലേക്കൊരു കരുതൽ വേണ്ടേ ചേട്ടാന്ന്. പക്ഷേ പുള്ളി പെട്ടെന്ന് പറഞ്ഞു, എനിക്കിതിൽ എന്തോ ദുരൂഹത തോന്നുന്നുണ്ട്. ഇത്രയും സ്വർണം വാങ്ങിക്കാനുള്ള പൈസ എന്തായാലും നിനക്ക് കിട്ടുന്നില്ല, നല്ല സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും കമ്മൽ നീ വാങ്ങിച്ചു കൂട്ടെങ്കിലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, ബാക്കി നോക്കട്ടെന്ന് പറഞ്ഞ് ഭർത്താവ് അലമാരയിലെ സാധനങ്ങളെല്ലാം
പുറത്തിട്ടു. അപ്പോഴാണ് അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയത്. എൻ്റെ മറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷൻ കണ്ട് അദ്ദേഹം ഞെട്ടി. സത്യം പറയടി, എന്താ അവിടെ സംഭവിക്കുന്നത്? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? അദ്ദേഹത്തിന് ശരിക്കും പലചരക്ക് ബിസിനസ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഭർത്താവ് ഉദ്ദേശിക്കുന്നത് വേറെ വഴിക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ്, ആയിരിക്കാം. എന്തോ എനിക്കും ഇടയ്ക്ക് സമ്മാനങ്ങൾ തരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ എന്നെ പൊട്ടനാക്കേണ്ട കാര്യമില്ല. ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആണെന്ന് വെച്ചോളൂ. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് കൊടുക്കാതെ നിനക്ക് എന്തിനു തരുന്നു? നീ എന്തിനെങ്കിലും കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ലാതെ വേറെന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യം പറയടി എന്ന് പറഞ്ഞ് പുള്ളി വഴക്കുണ്ടാക്കി. അവസാനം എൻ്റെ മൊബൈൽ ഫോൺ തുറന്ന് കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എൻ്റെ പാസ്വേഡൊക്കെ അറിയാം, പക്ഷെ നോക്കാറൊന്നുമില്ല. ഞാൻ കൊടുക്കാഞ്ഞപ്പോൾ നോക്കി. ഞാനാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാത്ത കുറേ ചാറ്റുകളൊക്കെ അതിലുണ്ടായിരുന്നു. ഇക്കയും ഞാനും തമ്മിലുള്ള ചാറ്റുകൾ കണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇതാണിതിന് കാരണം എന്ന് അദ്ദേഹം എന്നോട് മുഖത്ത് നോക്കി ചോദിച്ചു. അവസാനം ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു പോയി, അടുത്തു പോയി, പറ്റിപ്പോയി. ഗൗഡൗണിൽ പോയപ്പോൾ ചരക്കിറക്കാൻ വേണ്ടി പോയപ്പോൾ സംഭവിച്ചതാണ്. കണക്കെടുത്തപ്പോൾ കണക്കൊന്ന് പിഴച്ചു പോയി ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ഒത്തിരി മാപ്പ് പറഞ്ഞു. ഇനി ഞാൻ ഒന്നും ചെയ്യില്ല, ഇനി ഒരു തെറ്റും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ കൈ തട്ടി മാറ്റി എന്നെ തെറി വിളിച്ചിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. ഞാൻ പുള്ളിക്കാരനെ വിളിക്കുകയാണ്, ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു ഓട്ടോയും കൊണ്ട് എവിടെ പോയെന്ന്. ഓട്ടോ കാണുന്നില്ല, എങ്ങുമില്ല. ഞാൻ കാത്തിരുന്നു, ഇനി എവിടെയെങ്കിലും അറിയിക്കണോ, ആരെങ്കിലും അറിയിക്കണോ, ഒരു പിടിയും എനിക്കില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. രാത്രി 12 മണിയായിട്ടും വന്നില്ല. വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ്. ഇനിയിപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല, ഒരു പരാതി തന്നെ കൊടുക്കേണ്ടി വരും ഭർത്താവിനെ കണ്ടുപിടിക്കാൻ എന്ന് വിചാരിച്ച് ഞാൻ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാതിരാത്രി ഒരുങ്ങിയിറങ്ങി. ഒരു 5 വീടുകൾക്ക് അപ്പുറത്താണ്. ഏത് പാതിരാത്രി വേണമെങ്കിലും പോയി വിളിക്കാം, അത്രയ്ക്ക് അടുപ്പമുണ്ട്. ഇറങ്ങുമ്പോഴുണ്ട് ഭർത്താവ് ഓട്ടോറിക്ഷയിട്ട് വരുന്നു. കുടിച്ച് അങ്ങേയറ്റ് പറ്റി വലുതായിരിക്കും വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരവജ്ഞ നിറഞ്ഞ നോട്ടവുമായിട്ട് മുറ്റത്തേക്ക് കൊണ്ടുവന്ന് ഓട്ടോ ഇറക്കി നിർത്തി. ചേട്ടാ നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചു കഴിയുമ്പോഴേക്കും ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് മുറിക്കകത്ത് പോയിരുന്നു. നിങ്ങൾ എവിടെ പോയിരുന്നു, വല്ലതും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. തെറ്റ് എൻ്റേതാണല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? ശരി, ഞാനൊരു തെറ്റ് ചെയ്തു, തെറ്റുകാരി ഞാൻ തന്നെയാണ്, തുറന്ന് സമ്മതിക്കുന്നു. എനിക്ക് പറ്റിയ ഒരു ബലഹീനതയാണ്. ചേട്ടനത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വിവാഹമോചനം ചെയ്യാം. ഞാൻ തനിയെ ജീവിച്ചോളാം. ചേട്ടൻ നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കൂ. അല്ലാതെ ഞാൻ ചെയ്ത തെറ്റ് തിരുത്താമെന്ന് പറഞ്ഞിട്ടും ചേട്ടനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ സമർത്ഥമായിട്ട് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒന്നും മിണ്ടായിരുന്നപ്പോൾ പിന്നെയും ഞാൻ ഇത് ആവർത്തിച്ചു. എങ്കിൽ ഡൈവേഴ്സ് ചെയ്യാൻ ചേട്ടാ, ചേട്ടൻ പോയിക്കോളൂ ചേട്ടൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയുകയാണ്, നീ ഇത്രയും പറഞ്ഞല്ലോ, ഞാനും പുറത്തു പോയി ചിന്തിച്ച് നല്ലൊരു തീരുമാനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ചേട്ടാ, നമ്മൾ പിരിയുകയാണെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മൾ പിരിയുന്നുമില്ല, എരിയുന്നുമില്ല. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയുന്നു, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. അത് കേട്ട് ഞാൻ ഞെട്ടി. ഈ ഓട്ടോറിക്ഷ നിങ്ങളുടെ സ്വന്തമല്ലേ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അത് ആരെങ്കിലും ഓടിക്കട്ടെ, വാടകയ്ക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാനിനി ഈ വീട്ടിലിരിക്കും, എന്നിട്ട് ഇടയ്ക്ക് പോയി സിനിമ കാണും, ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് ഞാൻ ലാവിഷായി ജീവിക്കും. അതെന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത്? അധ്വാനിക്കാതെ എവിടുന്ന് പൈസ കിട്ടും? അധ്വാനിക്കാതെ തന്നെ മനുഷ്യന് പൈസ കിട്ടുമെന്ന് നിൻ്റെ സ്വഭാവം കൊണ്ട് മനസ്സിലായില്ലേ? സ്വർണ്ണമായിട്ടാണ് കിട്ടിയത്, അത് പണമായിട്ടേക്കും കൊണ്ടുവന്നാൽ മതി. ഞാനെന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, ഞാൻ ഇവിടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നിയ പോലെ ഞാൻ നടക്കും. നീ പോയി ഇക്കയുടെ അടുത്ത് കൊഞ്ചുകയോ കുഴയുകയോ എന്താണെങ്കിലും, ഇക്കയല്ല ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കൈ നിറയെ കാശ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ഡീൽ. ഇക്കയുമായി എല്ലാ സഹവാസത്തിനും എനിക്ക് ഡബിൾ ഓക്കെയാണ്. അതല്ല വേറെന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് മാസം ഒരു 25,000 രൂപ നീ തരണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഭർത്താവായിട്ട് ഞാനിവിടെ ജീവിച്ചോളാം. പുറത്ത് ആളുകൾ നോക്കുമ്പോൾ നിനക്ക് ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുന്നു, ജോലിയുണ്ട്, അങ്ങനെ പോകും. അതിനിടയ്ക്ക് ഇക്കയോ ആരോ നിൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. എനിക്ക് എൻ്റെ കാര്യങ്ങളും. ഞാനും ഭാര്യയെന്ന് വെച്ച് എത്ര നാളാണ് ജീവിക്കുക? നീ ഇപ്പോൾ ഇങ്ങനൊരു തെറ്റ് കാണിച്ചത് കൊണ്ട് എൻ്റെ വാതായനങ്ങളും മലർക്ക തുറന്നു. എനിക്കും ഇനിയൊന്ന് അർമാതെ ജീവിക്കണം. ഭാര്യ, കുട്ടി, വീട്, കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഞാനും മടുത്തു. നിനക്ക് മാത്രം പോരല്ലോ എന്ന് ഭർത്താവ് പറഞ്ഞു.
ഈ ഡീല് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ജോലിക്കും പോകാതെ ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെ വിചാരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോകും. അത് വേറെ എന്തെങ്കിലും ജോലിയാണെന്ന് ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞോളൂ ഭർത്താവിന് ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു വായി തോന്നിയത്. ഞാൻ അത് തന്നെ പറഞ്ഞോളാം. എന്തായാലും എനിക്ക് പണം കിട്ടണം, എങ്കിൽ മാത്രമേ നിൻ്റെ ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കഷ്ടപ്പെടാൻ വയ്യാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആലോചിക്കണമെന്ന്. ഇക്കയോട് ചോദിക്കാൻ ഞാൻ എങ്ങനെ പറയും? ഭർത്താവ് പറഞ്ഞു. ഭർത്താവ് ഇങ്ങനെ ഡീല് വെച്ചു. ഇക്കയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ? പണം തരാൻ പറ്റുമോ? ഇതൊക്കെ അറിയണ്ടേ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു തന്നു എന്ന് വെച്ചിട്ട് ഈ ഡീലിന് ഇക്ക അംഗീകരിക്കുമോ? ആർക്കറിയാം? പറഞ്ഞു നോക്കാനല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നീ വെയിറ്റ് ചെയ്യുകയോ വെയിറ്റ് ചെയ്യാതിരിക്കോ, ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഇക്കയോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, കണ്ടുപിടിച്ചു. കരുതുള്ളുകയായിരുന്നു. പിന്നീട് വന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണെന്ന്. ഇത് കേട്ട് ഇക്ക മൂക്കത്ത് വിരൽ വെച്ചു. എന്താ ഇക്കാന്ന് ചോദിച്ചപ്പോഴേക്കും ഇടി അവനാണ് ശരിക്കുള്ള ആണ്. കക്കാൻ പഠിച്ചവൻ നിൽക്കാനും പഠിക്കും എന്ന് പറഞ്ഞുള്ളൊരു കാര്യമാണല്ലോ. ശരിയാണ്, അവൻ പറഞ്ഞതിൽ ഒരു തെറ്റും പറയാൻ പറ്റുന്നില്ല. വെറും 25,000 രൂപയല്ലേ അവൻ നിന്നോട് ചോദിച്ചത്? നിനക്ക് ഞാൻ വാങ്ങിച്ചു തരുന്ന സ്വർണത്തിന് അതിനേക്കാളൊക്കെ എത്രയോ മതിപ്പുള്ളതാണ്. ഒരു 25,000 രൂപ അവനങ്ങ് കൊടുത്താൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ലേ മുത്തുമണിയേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ ഇക്ക, മണിക്ക് വേണ്ടി എനിക്ക് മണി തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മണി ഒന്നടിച്ചു നോക്കി ഞാൻ. ഇക്കയ്ക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ആഹാ. കാര്യങ്ങൾ ഇക്ക മാസം മാസം എനിക്ക് പൈസ തന്ന് സഹായിക്കും സാലറിയുടെ കൂടെ. അത് ചിലപ്പോൾ 40,000 ആകാം, 30,000 ആകാം. സ്വർണ്ണം എടുത്തരുന്നത് അങ്ങ് നിർത്തി കൈ പണം തരും. ഭർത്താവിന് ഒരു മാസപ്പടി 25,000 രൂപ വെച്ച് കൊടുക്കുന്ന ആദ്യത്തെ ഭാര്യ ഞാനാണെന്ന് തോന്നുന്നു മാഡം. എന്തായാലും ഭർത്താവ് എന്നോട് ശല്യമൊന്നും ഉണ്ടാക്കാതെ എവിടേക്കോ കറങ്ങി നടന്നു. ഓട്ടോ വാടകയ്ക്ക് കൊടുത്തു. അതൊക്കെ എടുത്ത് ലാവിഷായിട്ട് ചെലവഴിച്ചു. കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനും സേവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഭർത്താവ് എൻ്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നോക്കും. അതല്ലാതെ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലാതെ ശിമ്പളക്കുട്ടപ്പനായി ഒരുങ്ങി നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കാൻ തുടങ്ങി. എനിക്ക് കുറ്റം പറയാൻ തോന്നിയില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ എനിക്ക് അത് വളരെ ആഹ്ലാദമായിട്ടാണ് തോന്നിയത്. പക്ഷേ മാഡം കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ റെസ്പോൺസിബിലിറ്റിയും എൻ്റെ തലയിലാണ്. കൂട്ടിയാൽ കൂടുന്നില്ല. ഭർത്താവിന് അങ്ങോട്ട് പൈസ കൊടുക്കണം, ഇങ്ങോട്ട് പൈസ തരില്ല. എനിക്ക് ക്യാഷ് കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി. ഞാൻ ഇക്കയോട് ആശയങ്ങൾ പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു മോളെ നിനക്കിപ്പം 2-3 ലക്ഷം രൂപ എനിക്ക് മാസം തരാൻ പറ്റുമോ? അത് പറ്റില്ലടി, നമുക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാ റെസ്പോൺസിബിലിറ്റിയും എൻ്റെ തലയിൽ കെട്ടിവെക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഇക്കയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, ഓരോരോ ബുദ്ധിമുട്ടുകളേറെ വരികയാണെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ പിന്നെ മോളെ നിനക്ക് ഈ കല ഒരു ഔദ്യോഗിക കലയാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇക്ക എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു 1 ആണെങ്കിലും 10 ആണെങ്കിലും 10,000 ആണെങ്കിലും മോളെ വ്യത്യസ്ത തരം കലകൾ അറിഞ്ഞു കഴിഞ്ഞാൽ 64 കലകളും പഠിച്ച പോലെയാണ്. കലകൾ മനുഷ്യർ പഠിക്കണമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഈ കല വെച്ച് തന്നെ മോളുടെ മുഖശ്രീ വെച്ച് തന്നെ കലാപരമായ കഴിവുകളിൽ കൂടി മോൾക്കൊരു വരുമാനം ഉണ്ടാക്കിക്കൂടെ എന്നിക്ക എന്നെ തഴുകി തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അയ്യോ ഇക്ക അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെപ്പോലെ ആകില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇക്ക പറഞ്ഞു തെരുവിൽ 5-നും 10-നും നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ശരിയാണ്, അവർക്ക് പേരുദോഷം മാത്രം മിച്ചം. ഇപ്പോൾ AC മുറികളിൽ നിന്ന് AC മുറിയിലേക്ക് പോകുന്ന സുന്ദരിയായ നിനക്ക് എന്താ മോളെ പ്രശ്നം? നീ ഇനി ഗോഡൗണിൽ കിടന്ന് നരകിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രം. അത് കഴിഞ്ഞുള്ള ജോലി സമയങ്ങളിൽ നിനക്ക് AC ഹോട്ടലുകൾ എങ്ങനെയുണ്ടെന്നൊന്ന് പരിശോധിച്ചാൽ എന്താ മോളെ കുഴപ്പം? നമ്മുടെ ബിസിനസ് ഡീലിങ്സിൽ എത്രയോ ആളുകളുണ്ട്. എൻ്റെ കൂടെ നീ ഒന്ന് ചേർന്ന് നിന്നാൽ മതി. എനിക്കും ഉയരാം, നിനക്കും ഉയരാം മോളെ. മോൾ റെഡിയാണോ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിനേക്കാൾ നല്ലൊരു ഐഡിയ വേറെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം അത് സമ്മതിക്കാൻ തരമില്ലാതായി. ഇക്കയുടെ തന്നെ ഒരു കസിൻ ബ്രദറുണ്ട്. അദ്ദേഹമാണ് എന്നെ കാണാൻ വന്നത്. കാരണം ഇത്തരം ബിസിനസ് തന്ത്രങ്ങളും ബിസിനസ്
കമ്മ്യൂണിക്കേഷൻസും കോണ്ടാക്റ്റും അദ്ദേഹത്തിനാണ് കൂടുതലുള്ളത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം അടിപൊളി പറഞ്ഞു. കല്യാണം കഴിച്ചതാണെന്ന് പോലും തോന്നില്ലെന്ന്. അതെനിക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തോന്നി. പക്ഷേ ഇക്കയ്ക്ക് അപ്പോൾ തന്നെ ഒരാവശ്യം, ഗോഡൗണിലേക്കൊന്ന് പോയി ചരക്കുകൾ എങ്ങനെയാണ് അവിടെ ശരിക്കും ഗോഡൗണിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണണമെന്നും. അയ്യോ ഇക്ക എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഇക്ക പറഞ്ഞു, എടി ഇനി മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാം വരുന്ന വഴിക്ക് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കയുടെ കൂടെ ഞാൻ സമയം ചെലവഴിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ വ്യത്യസ്തതകൾ തോന്നി. ഒന്നും ഒന്നിനോട് സാദൃശ്യം ചൊല്ലാൻ പറ്റില്ല. എല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് ജീവിതം വർണ്ണശലഭമാകൂ എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങുന്നു. പണം ഒരു വഴിക്കുണ്ട്. ഇന്ന് വരെയും ഞാൻ സ്വപ്നം കാണാത്ത പല സുന്ദരന്മാരെയും കണ്ടു കേട്ടു. എൻ്റെ ജീവിതം ഇപ്പോൾ സമ്പൂർണ്ണമായ പോലെ തോന്നുന്നു. ഒരു കണക്കിന് നോക്കുമ്പോൾ മറുവശത്ത് ഫാമിലി ശിഥിലമാണ്. എങ്കിലും ഭർത്താവിനെ കൊണ്ട് എനിക്ക് തലവേദനയില്ല. മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ടോ ഒന്നും ഒരു കുഴപ്പവുമില്ല. എല്ലാവരും എന്നോട് വളരെയധികം യോജിച്ച് പെരുമാറിപ്പോകുന്നു. ഭർത്താവും ഞാനും നല്ല സമവായത്തിൽ പോകുന്നു. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സ്വീകരിച്ച വഴിയിൽ എനിക്ക് ശാന്തത കിട്ടിയെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ മാഡം? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരി തന്നെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, വഴിപിഴച്ച് നടക്കുന്ന ഒരു സ്ത്രീയുടെ കഥയെ ഞാൻ അനുകൂലിക്കുകയാണോന്ന്? അല്ല, അവരുടെ ഒരു ചെയ്തികളെയും ഞാൻ അനുകൂലിക്കുന്നില്ല. അവർ കാണിച്ചത് മഹാ തെറ്റായ കാര്യമാണ്. പക്ഷേ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുത്തു ചാടുകയാണെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം. അതിൽ നല്ലതും ഉണ്ടാകാം ചീത്തയും ഉണ്ടാകാം. രണ്ടിനെ ഒരേ രീതിയിൽ കാണുക, മാനേജ് ചെയ്യുക. അതുമാത്രമല്ല അതിൽ നമ്മൾ പരിതപിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, കുറ്റബോധം ഉണ്ടാകാതിരിക്കുക. ഒന്നുമില്ല, ഞാൻ അതിൽ കംഫർട്ടബിളാണ്. എന്ത് ചെയ്താലും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ളവരെ ഒരിക്കലും നമുക്ക് അടിമുടി കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അതവർക്ക് ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും ഉണ്ട്. മറ്റു പലരും ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് അവർക്ക് ലക്ഷ്യബോധമില്ല, അല്ലെങ്കിൽ അവർക്കതിനെപ്പറ്റി വേവലാതിയാണ്, വെപ്രാളമാണ്, സമാധാനമില്ല. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവരവരുടെ കഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർ അവരുടെ കാര്യത്തിൽ വളരെ എന്താ പറയുക, ഒക്കുപ്പൈഡുമാണ്, വളരെ സൈലൻറ്റുമാണ്. നല്ല രീതിയിൽ നല്ല നദി പോലെ ഒഴുകിപ്പോകുന്നു. അതിനെ ഇപ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടും കാര്യമില്ല. കാര്യം അവർക്ക് കംഫർട്ടബിളായ കാര്യം അവർ തുടരും. പക്ഷേ അത് കേട്ടിട്ട് വേറൊരാൾ എടുത്തു ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നദി ചിലപ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി മലവെള്ളപ്പാച്ചിലായി പോകും. അതുകൊണ്ട് മറ്റൊരാൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യം നമുക്ക് നല്ലതാകണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം ജീവിതകഥകൾ അനുകരിക്കാവുന്നതല്ല.